ഈ അറഫ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. ദുൽഹിജ്ജ 9 ലോകമാകെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഹാജിമാരുടെ ഒരു പ്രവാഹം അറഫ എന്നുള്ള വലിയൊരു മൈതാനിയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന ഒരു രംഗം. നമ്മളൊക്കെ ഹജ്ജ് എന്ന് പറയുമ്പം ഒരു പ്രതീകമായിട്ട് പലപ്പോഴും ചിത്രീകരിക്കാനുള്ള വീഡിയോ എന്ന് പറയുന്നതും ഇതാണ്. ഇത്രത്തോളം എന്ത് ചരിത്ര പ്രാധാന്യമാണ് അറഫക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് വന്ന നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് മടുത്ത് ജീവിതമാകെ മുഷിയുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മടുപ്പിനെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട്, ഈ മനുഷ്യ സരണിയെ ഒന്ന് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇണയെ നൽകാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉടലിൽ നിന്ന് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ആ സൃഷ്ടിച്ചെടുക്കുന്ന ഹവ്വാ ബീവിയുമായിട്ട് കൂട്ടിമുട്ടാൻ അള്ളാഹു തീരുമാനിച്ച സ്ഥലമാണ് ഈ അറഫ എന്ന് പറയുന്നത്. മാത്രമല്ല, ഹജ്ജത്തുൽ വിദാ എന്നുള്ള ലോകത്ത് ഇന്നേ വരെ ഇസം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന എല്ലാ ഐഡിയോളജികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരു മൈതാനി കൂടിയാണ് അറഫ എന്നുള്ളത്.